സീറോ മലബാർ ഞായറാഴ്ച പ്രസംഗം. സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ചൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. നോമ്പുകാലം 4-ാം ഞായർ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു കഥ പറയുക. മുന്തിരിത്തോട്ടവും അതിൻ്റെ ഉടമസ്ഥനും അത് ഏൽപ്പിച്ച് കൊടുത്തപ്പെട്ട കൃഷിക്കാരും പിന്നെ അയച്ച ഭൃത്യന്മാരുടെയും കഥ. ഇതിൽ തോട്ടം സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന, അതിൻ്റെ ഫലമെടുക്കുന്ന കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം 38-ാമത്തെ തിരുവചനമാണ്. അതാണ് ഈ കഥയുടെ മർമ്മം. അവനെ കണ്ടപ്പോൾ കൃഷിക്കാരൻ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. ഇതാണ് കൃഷിക്കാരുടെ മനോഭാവം. ഇതാണ് അവരുടെ പ്രശ്നം. എന്ത്? അവകാശം കരസ്ഥമാക്കാം. അവകാശം സ്വന്തമാക്കാനുള്ള ശ്രമമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തൊട്ടു മുമ്പ് 35-ാമത്തെ തിരുവചനത്തിൽ ഭൃത്യന്മാരെ ഫലം ശേഖരിക്കാനായിട്ട് ഉടമസ്ഥൻ വിടുമ്പോൾ എന്താണ്? അവരിൽ ചിലരെ ഈ കൃഷിക്കാരടിക്കുന്നു, ചിലരെ കല്ലെറിയുന്നു, മറ്റു ചിലരെ കൊല്ലുന്നു. എന്തിനാ? അവകാശം കൊടുക്കാതിരിക്കാൻ, അവകാശം സ്വന്തമാക്കാൻ. ഇതാണ് കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനാര്? ഇത് ഏൽപ്പിച്ചു കൊടുത്ത കൃഷിക്കാരാര്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് കുട്ടനാട്ടിൽ നിലവിലിരുന്ന, ഇപ്പോഴും അല്പാൽപമായിട്ട് നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പാടശേഖരങ്ങൾ പാട്ടത്തിന് കൊടുക്കുക. പാട്ടത്തിന് മേടിക്കുന്ന കർഷകൻ അവനാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ സ്ഥലം അവൻ്റെതാണോ? അല്ല, നിലം അവൻ്റെതല്ല. അവൻ കൃഷി ചെയ്യുന്നു. കൃഷി ചെയ്തു കഴിഞ്ഞപ്പോഴോ അതിൻ്റെ ഫലത്തിൽ നിന്ന് നിശ്ചിതമായൊരു വിഹിതം കൊണ്ടുവന്ന് ഉടമസ്ഥന് കൃഷിയുടെ ഫലമെടുക്കുമ്പം കൊടുക്കും. ഇതാണ് പണ്ടത്തെ കുട്ടനാട്ടിലെ പാട്ടകൃഷി രീതി. ഇത് തന്നെ കൃത്യമായിട്ട് ഈശോയുടെ സാഹചര്യത്തിൽ പാലസ്തീനായിലേക്ക് വെച്ച് മാറാവുന്നതാണ്. ഉടമസ്ഥൻ ആണ് ഈ തോട്ടം പാട്ടകൃഷിക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പാട്ടകൃഷിക്കാരുടെ കയ്യിൽ നിന്നും ഇതിൻ്റെ വിളവ്, ഫലം ശേഖരിക്കാനായിട്ടാണ് ആളുകളെ വിട്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയേണ്ട അർത്ഥം, ഈ പാട്ടകൃഷിക്കാർ അവരുടമസ്ഥരല്ല. അവർ വെറും നോട്ടക്കാരും സൂക്ഷിപ്പുകാരും ഇതിനെ പരിപാലിക്കുന്നവരും മാത്രമാണ്. അത് തിരിച്ചറിയുക. അത് തിരിച്ചറിയാതെ ഇതിൻ്റെ അവകാശികളാകാൻ നോക്കുന്നു, സ്വന്തമാക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പിശക്. ഈ സുവിശേഷത്തിലൂടെ ഈശോ തരുന്ന ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായൊരു സന്ദേശമുണ്ട്. അതെന്നോടും നിങ്ങളോടും പറയുന്നതാണ്. അതായത്, നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അവകാശി നീയല്ല. നീ വെറും സൂക്ഷിപ്പുകാരനും കാര്യസ്ഥനും ഇതിൻ്റെ സംരക്ഷകനും മാത്രമാണ്. അല്ലാതെ നീ ഇതിൻ്റെ അവകാശിയല്ല. എന്താണ് തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന, നമുക്ക് സ്വന്തം ആണ് എന്ന് അവകാശപ്പെടാൻ പറ്റാത്ത ഈ മുന്തിരിത്തോട്ടം എന്താണ്? അത് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടിരിക്കുന്ന എന്തുമാകാം. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വസ്തുവകകൾ, നമ്മുടെ ജീവൻ തന്നെ തമ്പുരാൻ തന്നിരിക്കുന്നതാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, എന്തിന്? ജീവിതത്തിൽ നമുക്ക് തമ്പുരാൻ കൊണ്ടു തന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ, ഇവരാരും നമ്മുടെ സ്വന്തമല്ല. ഇവരുടെ ആരുടെയും അവകാശികൾ നമ്മളല്ല. തമ്പുരാനാണ് ഇവരുടെയൊക്കെ അവകാശി. പ്രശസ്തനായ മിസ്റ്റിക് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞുങ്ങളെക്കുറിച്ച് തന്നെ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലല്ലോ, നിങ്ങളിലൂടെ വന്നു എത്തുന്നുവെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് ആവിർഭവിക്കുന്നില്ല. അവർ നിങ്ങളോടൊപ്പമുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് സ്വന്തമല്ല. നമ്മുടെ കയ്യിലിരിക്കുന്നതൊന്നും, നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഇതിൻ്റെ ഒന്നും അവകാശികൾ നമ്മൾ അല്ല. പകരം നമ്മൾ ഇതിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരും നടത്തിപ്പുകാരും കാര്യസ്ഥന്മാരും മാത്രമാണ്. ഈ ഒരു ആത്മബോധം, ഈ ഒരു തിരിച്ചറിവ്, ഇതാണ് ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത്. മകനെ, മകളെ, നീ അല്ല അവകാശി. അവകാശി മറ്റാരോ ആണ്. നീ ഇതിൻ്റെ സൂക്ഷിപ്പുകാരനും നടത്തിപ്പുകാരനും മാത്രം ആണ്. അങ്ങനെയെങ്കിൽ ആരാണ് അവകാശി? അവകാശി ഉടമസ്ഥൻ തമ്പുരാനാണ്, വളരെ വ്യക്തം. പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. എന്താണ്? ഈ തമ്പുരാൻ, ഉടമസ്ഥനായ തമ്പുരാൻ, ഇതിൻ്റെ വീതം, ഫലം ശേഖരിക്കാൻ, അവകാശത്തിൻ്റെ വീതം ശേഖരിക്കാനായിട്ട് നേരിട്ടൊരിക്കലും വരുന്നില്ല.
പിന്നെന്താണ്? അവൻ അയക്കുന്നത് ദൂതന്മാരെയും പുത്രനെയുമാണ്. ഇത് തിരിച്ചറിയേണ്ടതാണ്. അവകാശി നമ്മളല്ല, അവകാശി തമ്പുരാനാണ്. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് തമ്പുരാൻ അയക്കുന്ന അവകാശിയായ പുത്രനുണ്ട്, പുത്രരുണ്ട്. തിരിച്ചറിയുക. നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന, കൈനീട്ടുന്ന, ആവശ്യപ്പെടുന്ന, അല്ലെ ജീവിതത്തിൽ ആവശ്യവുമായിട്ട് നിൽക്കുന്നവരൊക്കെ തമ്പുരാൻ അയക്കുന്ന അവൻ്റെ പ്രിയ പുത്രരാണ്, അവകാശികളാണ്, യഥാർത്ഥ അവകാശികളാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഈ സുവിശേഷകൻ ഉന്നം വെക്കുന്നതാണ്. കാരണം സുവിശേഷം ഒരു 4 അധ്യായം കൂടെ മുന്നോട്ട് പോകുമ്പോൾ 25-ാമത്തെ അധ്യായത്തിൽ ഈശോ തന്നെ പറയുന്ന കഥയുണ്ട്. കഥയിൽ ആരാണ് യഥാർത്ഥ അവകാശികൾ? ഏത്? എൻ്റെ കൈവശം വന്നു ചേർന്നിരിക്കുന്നതിൻ്റെ ഒക്കെ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്ന് അക്കമിട്ട് ഈശോ പറയുന്നുണ്ട്. വിശക്കുന്നവൻ ഞാനാണ്, ദാഹിക്കുന്നവൻ ഞാനാണ്, നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന വസ്ത്രമില്ലാത്തവൻ ഞാനാണ്, നാടില്ലാത്തവൻ ഞാനാണ്, വീടില്ലാത്തവൻ ഞാനാണ്. എന്തിന്? നിൻ്റെ മുമ്പിൽ നിൻ്റെ കൺവെട്ടത്ത് വന്നിരിക്കുന്ന കുറ്റം ചെയ്ത പാപിയായ കാരാഗ്രഹവാസി ഞാനാണ്. ഇവരാണ് അവകാശി. എൻ്റെ മുമ്പിൽ തമ്പുരാൻ നേരിട്ട് വരാറില്ല. ഈ വേഷത്തിലൊക്കെയാണ് വരുന്നത് അവകാശം ശേഖരിക്കാനായിട്ട്. ഇത് തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ കാര്യസ്ഥതയുടെ മികവ്. ഇത് തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. ഇതിൻ്റെ ഒന്നിൻ്റെയും അവകാശി ഞാനല്ല. പകരം അവകാശികൾ എൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. എൻ്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്ന അവകാശിയെ തിരിച്ചറിയാനും അവന് അവകാശപ്പെട്ടത് കൊടുക്കാൻ, എൻ്റെ കയ്യിലുള്ളതെല്ലാം അവൻ അവകാശപ്പെട്ടതാണ് കൊടുക്കാൻ. അതും നമ്മുടെ കടമയാണ് കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ കടമയാണ്, അവൻ്റെ അവകാശമാണ്. അത് കൊടുക്കാനുള്ള വലിയ ആത്മബോധം, ഹൃദയവിശാലത ഉണ്ടാകാനാണ് ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈശോ എന്നോടിന്ന് ആവശ്യപ്പെടുന്നത് ഞാനിന്ന് കൈവശം വെച്ചിരിക്കുന്ന എൻ്റെ സ്വന്തമാണെന്ന് കരുതുന്നതിൽ നിന്നൊക്കെ ഒരു അകലം, ഒരു മാനസികമായ അകലം, ഒരു വിരക്തി, ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. അത് എൻ്റെ സമ്പത്താകാം, എൻ്റെ സ്വത്തുവകകളാകാം, എൻ്റെ പ്രിയപ്പെട്ടവരാകാം. മുമ്പ് പറഞ്ഞ കണക്ക്, ഖലീൽ ജിബ്രാൻ പറയുന്ന കണക്ക്, ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ടതെന്ന് കരുതാവുന്ന എൻ്റെ മക്കളാകാം. ഒരു അകലം. കാരണം ഇതൊന്നുമായിട്ട് നീ താതാത്മ്യപ്പെടരുത്. കാരണം ഇതൊന്നും നിൻ്റെതല്ല, നിൻ്റെ അവകാശങ്ങളല്ല. പകരം അവകാശി തമ്പുരാനാണ്. ഇതുമായിട്ട് താതാത്മ്യപ്പെടുമ്പോഴാണ് കൊടുക്കില്ല 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 എന്ന മനോഭാവം കടന്നു വരുന്നത്. പിടിച്ചു വെക്കാനും സ്വന്തമാക്കാനും ആരുമായിട്ട് പങ്കുവെക്കാനും ഉള്ള മടി, ഇതിനെ അതിജീവിക്കുക. പോരാ, ഇങ്ങനെ ഇത്തരം എൻ്റെ സമ്പത്തുകളുമായിട്ട് ഞാൻ എന്നെ തന്നെ താതാത്മ്യപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം പോരാ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമാവുക ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാത്തവരാരാ ഉള്ളത്? ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ അതിൽ എൻ്റെ വണ്ടിയുമായിട്ട് വലിയ ക്യൂവിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത, എൻ്റെ ബുദ്ധിമുട്ട്, ക്ലേശം, അരിശം എത്ര വലുതാ. എന്നാൽ നമ്മൾ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് താന്ന് പറന്നിറങ്ങാൻ വരുമ്പോൾ മുകളിൽ നിന്ന് നോക്കിയാൽ റോഡിൽ കൂടെ ഓടിപ്പോകുന്ന വണ്ടികളെയും ട്രാഫിക്കിൽ കിടക്കുന്ന വണ്ടികളെയും കാണാം. ആ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമാണ്. താഴെ ട്രാഫിക്കിനകത്ത് ഇരിക്കുമ്പോഴോ ഇത്രയും അരോചകവും ഇത്രയും വിഷമവും ഇത്രയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യമില്ല. എന്നാൽ ഒരകലം പാലിച്ചാൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ സ്വാതന്ത്ര്യവും മനോഹാരിതയും. ഈശോ പറയുന്നു, ഒന്നും നിൻ്റെ സ്വന്തമല്ല, നീ ഒടയക്കാരനല്ല, നീ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. സ്വന്തമായ അവകാശപ്പെട്ട തമ്പുരാൻ്റെ മക്കൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കൊടുക്കാൻ കടപ്പെട്ട സൂക്ഷിപ്പുകാരൻ മാത്രമാണ് നീ. ഇത് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിൻ്റെ വിജയം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈശോ ഈ കഥ പറയുന്നതിൻ്റെ പശ്ചാത്തലം 21 അധ്യായം 24-ാമത്തെ വചനത്തിൽ അവർ യൂത പ്രമുഖർ ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്ത് അധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? ആരാ നിനക്ക് അധികാരം തന്നത്? ഈശോയുടെ ചോദ്യമാണ്. എന്തിനെക്കുറിച്ചുള്ള ചോദ്യം? ദേവാലയത്തിൽ കയറി അവൻ നടത്തിയ പരിപാടികൾ. ദേവാലയം അത് യൂത പുരോഹിതന്മാർക്കും മത നേതൃത്വത്തിനും സൻഹദ്രിനും അവകാശപ്പെട്ടതാ. അവിടെയാണ് ഈശോ കയറി അലങ്കലുണ്ടാക്കിയത്. അതിനധികാരം തന്നത് ആര്? ശരിക്കു പറഞ്ഞാൽ ഈ മറുപടി ഈശോ പറയുന്നത് ഈ സൻഹദ്രിനോട്, യൂത പ്രമുഖ സംഘത്തോടാണ്.
എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇന്നത്തെ രീതിയിലൊന്ന് ചിന്തിച്ചേ, അന്നത്തെ ആത്മീയ മേഖലക്കാരോടാണ് ഈശോ പറയുന്നത്. കൃത്യം ആത്മീയ മേഖലയിലേക്ക് വരയ്ക്കാവുന്ന ഒന്നാമത്തെ ഒരർത്ഥമുണ്ടതിന്. അതായത് ആത്മീയ മേഖലയിൽ വ്യാപരിക്കുന്നവരാരും അതിൻ്റെ അവകാശികളല്ല. പള്ളി അച്ഛൻ്റെതല്ല, രൂപത മെത്രാനച്ഛൻ്റെതല്ല, പള്ളിയിലെ കൂദാശകളൊന്നും അച്ഛൻ്റെ അവകാശത്തിൽപ്പെട്ടതല്ല, ഒന്നുമല്ല. പിന്നെ എന്താണ് ഇതിൻ്റെ അവകാശികളാണ്? വൈദികൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നവരൊക്കെയാണ് അവകാശികൾ. ആ അവകാശികൾക്ക് ഇത് കൊടുക്കാനായിട്ടുള്ള സൂക്ഷിപ്പുകാരൻ മാത്രമാണ്, കാര്യസ്ഥൻ മാത്രമാണ്. ഈ ഒരു തിരിച്ചറിവ് ആത്മീയ മേഖലയ്ക്കുണ്ടാകണം. കാരണം ആത്മീയ മേഖലയിൽ അന്നും ഇന്നുമുള്ള ഏറ്റവും വലിയ അപകടം ഇതാണ്, അവകാശികളായിട്ട് പെട്ടെന്നങ്ങ് കരുതും. ഇതിനെയാണ് ഫ്രാൻസിസ് പാപ്പ ക്ലെറിക്കലിസം അല്ലെങ്കിൽ പുരോഹിത അധികാര പ്രമത്തത, ക്ലെറിക്കലിസം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ 1-ാം വർഷം മുതൽ 2013 മുതൽ മാറ്റിയെടുക്കണം എന്ന് പറയുന്നത്. വൈദികർക്ക് ഈ അവകാശബോധം പുരോഹിതർക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെന്താ ഉള്ളത്? നമ്മളല്ല അവകാശി. നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് ചെറിയവരൊക്കെ അവകാശികളാണ്. ഈ ആത്മീയ മേഖലയുടെ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ അവകാശം ചോദിക്കാൻ അയക്കുന്നു. എൻ്റെ മുമ്പിൽ കൂദാശയ്ക്കായിട്ട് വരുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനും അവകാശിയുമാണ്. ഇത് തിരിച്ചറിയുന്നിടത്താണ്, അത് മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്നിടത്താണ് ഞാൻ യഥാർത്ഥ ശുശ്രൂഷകനാകുന്നത്, യഥാർത്ഥ കാര്യസ്ഥനാകുന്നത്, അവകാശി അല്ലാത്തവൻ ആയിത്തീരുന്നത്. നമുക്ക് അവകാശപ്പെടാൻ പറ്റാത്തത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അതാണ് ഈശോ ഉപമയിൽ പറയുന്നത്. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് എന്തു പറ്റും? അവകാശപ്പെടുത്താൻ ശ്രമിക്കുന്ന കർഷകരുടെ കയ്യിൽ നിന്നും അത് എടുത്ത് മാറ്റപ്പെടും, എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമെന്നാണ് ഈശോ പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സ്വന്തമായിട്ട് അവകാശപ്പെടാനാവാത്ത ഈ ആത്മീയ മേഖലകളൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടും ആത്യന്തികമായിട്ട്. ഈശോ തരുന്ന ഈ പാഠം ജീവിതത്തിലേക്കും ശുശ്രൂഷകളിലേക്കും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ അന്ന് യൂത മത മേഖലയിലെ പ്രമാണിമാരോട്, സൻഹദ്രിനോട്, പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞന്മാരും ജനപ്രതിനിധികളും അടങ്ങുന്ന പ്രമാണികളോട് നീ അന്ന് പറഞ്ഞത്, ഈശോയെ സ്വീകരിക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് തരണമേ. നാഥ, ഞാൻ ഒന്നിൻ്റെയും അവകാശിയല്ല. എൻ്റെ കയ്യിൽ വന്നു പെട്ടിരിക്കുന്ന എൻ്റെ ജീവൻ ഉൾപ്പെടെ ഉള്ളതിൻ്റെ അവകാശി ഞാനല്ല. എൻ്റെ ശരീരത്തിൻ്റെ പോലും അവകാശി ഞാനല്ല. കാരണം എന്താ? ശരീരം ഉപേക്ഷിച്ചിട്ടല്ലേ എല്ലാവരും ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഈശോയെ, ഞാൻ ഒന്നിൻ്റെയും അവകാശിയല്ല എന്ന തിരിച്ചറിവ് എൻ്റെ മനസ്സിൽ ആഴപ്പെടുത്തണമേ. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നവരൊക്കെ യഥാർത്ഥ അവകാശികളാണെന്നും നീ അയക്കുന്നവരാണെന്നുമുള്ള തിരിച്ചറിവിൽ അവർക്ക് കൊടുക്കാൻ, അവകാശപ്പെട്ടതെല്ലാം കൊടുക്കാൻ, എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാനുള്ള വലിയ ഹൃദയവിശാലതയിലേക്ക്, നല്ല കാര്യസ്ഥൻ്റെ ആ റോഡിലേക്ക് എന്നെ നീ വളർത്തണമേ. ഒപ്പം ആത്മീയ മേഖലയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതൊന്നും എൻ്റെ അവകാശമായിട്ട് കരുതാനുള്ള ആ വലിയ പ്രലോഭനത്തിൽ നിന്നും ഈശോയെ എന്നെ നീ എപ്പോഴും രക്ഷിക്കണമേ. എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന നിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതൊക്കെ ഉദാരതയോടെ കൊടുക്കാനുള്ള വലിയ കൃപ തരണമേ. ആമേൻ.